ബത്തേരി നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥയും സംഘടിപ്പിച്ചു. 2021-22 വർഷങ്ങളിൽ സ്വരാജ് ട്രോഫി നേടിയ ബത്തേരി നഗരസഭ ഇനി ഹാപ്പി ബത്തേരിയാകാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും സന്തോഷവാന്മാരായിരിക്കുന്ന ഒരു നഗരം, എല്ലാവരും വൃത്തിയോടെ ജീവിക്കുന്ന നഗരം. നഗരത്തിലിറങ്ങിയാൽ മനസമാധാനം വേണം. മാലിന്യമുക്ത നഗരം. ബത്തേരി നഗരസഭയ്ക്ക് അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. മാലിന്യമുക്ത ശുചിത്വ നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി 2 തവണ ബത്തേരി നഗരസഭയ്ക്ക് ലഭിച്ചെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. 2015-ൽ ബത്തേരി നഗരസഭ രൂപം കൊണ്ടപ്പോൾ അധികാരത്തിൽ വന്ന ഇടതുമുന്നണിയാണ് ക്ലീൻ സിറ്റി പദ്ധതി നടപ്പിലാക്കിയത്. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ക്ലാസുകൾ, സെമിനാറുകൾ, പ്രോഗ്രാമുകൾ എന്നിവ നടപ്പിലാക്കി. നഗരത്തിൽ തുപ്പുന്നതിനടക്കം പിഴ ഈടാക്കി. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കും പിഴ ഈടാക്കി. ഇതൊന്നും ആരെയും ബലം പ്രയോഗിച്ച് നടപ്പിലാക്കിയതല്ല, എല്ലാവരെയും ബോധവൽക്കരിച്ച് നടപ്പിലാക്കിയതാണ്. ജനങ്ങൾ അത്രയേറെ സഹകരിച്ചു. നിലവിലുള്ള മാലിന്യങ്ങൾ നഗരസഭ വൃത്തിയാക്കി. 2020-ൽ അധികാരത്തിൽ വന്ന LDF നഗരസഭയും പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി. ഹരിതകർമ്മസേന ശുചീകരണം കൂടുതൽ ഭംഗിയാക്കി. നഗരത്തിൽ കൈവരികളിൽ പൂച്ചെടികൾ, ഒഴിഞ്ഞുകിടക്കുന്ന ചുമരുകളിൽ ചിത്രങ്ങളും സന്ദേശങ്ങളും. ഹാപ്പി ബത്തേരിയെ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിലാണ് നഗരസഭ. നഗരഹൃദയത്തിൽ ഹാപ്പി ബത്തേരിയുടെ ആകർഷണമായ പൂമരം, വാഹനങ്ങളിൽ സന്ദേശ സ്റ്റിക്കറുകൾ, സ്കൂളുകളിൽ ഹാപ്പിനെസ് കോർണർ, ഹാപ്പിനെസ് മിറർ, നഗരത്തിൽ ഹാപ്പിനെസ് പാർക്ക്, ഹാപ്പി ബത്തേരി എംബ്ലം. കുഞ്ഞുകുട്ടികൾ മുതൽ എല്ലാവരും ഹാപ്പി ആയിരിക്കണം. എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുക അസാധ്യമെങ്കിലും നഗരത്തിൽ ഒരാവശ്യത്തിനെത്തിയവർ ആരും നിരാശരാവരുത്. അതാണ് സന്ദേശം. മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നഗരസഭ പ്രവർത്തിക്കുകയും ഗവൺമെൻറ് മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും കൂടി പ്രഖ്യാപിക്കുന്നത് മാർച്ച് 30-നാണ്. അതിനകം തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കണം എന്ന അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടുകയും ഹരിതകർമ്മസേന, നമ്മുടെ കണ്ടിജൻസി ജീവനക്കാർ, കൗൺസിലേഴ്സ്, റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് പൊതു ഇടങ്ങൾ മുഴുവൻ ശുചീകരിക്കുക. ഒരു പ്ലാസ്റ്റിക് കുപ്പികളോ കടലാസുകളോ അലക്ഷ്യമായി വലിച്ചെറിയാത്ത രീതിയിലേക്ക് ഇത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഡോർ ടു ഡോർ കളക്ഷൻ നേടിയെടുക്കുകയും അതിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും അടക്കം യോഗം വിളിച്ചു ചേർത്ത് അമിതവില ഈടാക്കരുതെന്ന് നിർദ്ദേശിച്ചു. മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ബത്തേരി നഗരസഭ. ഇതിൻ്റെ ഭാഗമായി വിളംബര ജാഥയും പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസമാണ് നടത്തിയത്. നഗരത്തിലൂടെ ഒന്ന് നടക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വയനാട് സുൽത്താൻ ബത്തേരി നഗരത്തിലൂടെയാവണം. മാലിന്യങ്ങളില്ലാത്ത, ദുർഗന്ധമില്ലാത്ത സുന്ദരമായ നഗരം, അതാണ് സുൽത്താൻ ബത്തേരി. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV ജോഷില.